അമേരിക്കയെ ഞെട്ടിച്ച് വൈറ്റ് ഹൌസിന് സമീപം വെടിവെപ്പ് 30 റൗണ്ട് വരെ വെടിവെച്ച് കേട്ടു. 2 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാൾ അക്രമിയാണ്. അക്രമിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തി. വിനോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, രൂക്ഷമായൊരു സംഭവമാണ് പുറത്തു വരുന്നത്. അമേരിക്കയെ ഞെട്ടിച്ചുള്ള ഒരു വെടിവെപ്പാണ് നടന്നിരിക്കുന്നത്. ഇത് ട്രംപിനെ ലക്ഷ്യം വെച്ചാണ് എന്നുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്താണ് യാഥാർത്ഥ്യം? അനുശ്രീ, തുടരെ ഇങ്ങനെ ട്രംപിന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ വെടിവെപ്പുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് വൈറ്റ് ഹൗസിലേക്ക് ഇങ്ങനെ വൈറ്റ് ഹൗസിന് സമീപം വെടിവെപ്പുണ്ടായത്. ഏതാണ്ട് 30 റൗണ്ട് വെടിവെച്ച് കേട്ടു എന്നതാണ്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ വൈറ്റ് ഹൗസിലുള്ളപ്പോഴായിരുന്നു ഇങ്ങനെ വെടിവെപ്പുണ്ടായത്. തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരികെ വെടിവെച്ചു. ഇതിൽ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു സിവിലിയനും അതോടൊപ്പം തന്നെ ഈ അക്രമിയുടെ നില ഗുരുതരമാണ്. ആ തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും. മാത്രമല്ല, ഈ വെടിവെപ്പിന് തൊട്ട് പിന്നാലെ തന്നെ വൈറ്റ് ഹൗസിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. മണിക്കൂറുകൾ അത് നീണ്ടു നിന്നു. സുരക്ഷയെ കരുതിയുള്ള നടപടി എന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെയും ഇങ്ങനെ മാധ്യമപ്രവർത്തകർക്ക് വിരുന്ന് നൽകുന്ന സമയത്ത് ട്രംപ് ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്ന സമയത്തായിരുന്നു വെടിവെപ്പ് ഉണ്ടായത്. അന്നും അക്രമിയെ കീഴ്പ്പെടുത്തി. അതിനു മുൻപും ഈ തരത്തിലുള്ള വെടിവെപ്പ് ഉണ്ടാവുകയും തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ട്രംപിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ മാധ്യമപ്രവർത്തകർക്ക് വിരുന്ന് നൽകുന്നതിന് ആ സംഭവത്തിന് തൊട്ട് പിന്നാലെയാണ് JD വാൻസിൻ്റെയും മാർക്കോ റൂബിയോയുടെയൊക്കെ തന്നെ വാഹനവ്യൂഹം കടന്നുപോയ സമയത്തും ഈ തരത്തിലുള്ള വെടിവെപ്പുണ്ടായത്. ആ തരത്തിൽ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ കടന്നു പോകുന്ന വഴികളിൽ ഇങ്ങനെ വെടിവെപ്പുണ്ടാകുന്നു, അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് വെടിവെപ്പുണ്ടാകുന്നു. പല കാരണങ്ങളാണ്. ഈ മാനസികാസ്വാസ്ഥ്യമുള്ളവർ ഇങ്ങനെ വെടിയുതിർക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ ട്രംപിൻ്റെ നയങ്ങളുമായി ബന്ധപ്പെട്ട് എതിർപ്പുള്ള വലിയൊരു വിഭാഗം ഇപ്പോൾ അമേരിക്കയിലുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെയാണ് ട്രംപിനെതിരെ അങ്ങനെ ഒരു വികാരം അമേരിക്കയിൽ ഉയരുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ എന്നതും ശ്രദ്ധേയമാണ്. മാത്രമല്ല, ട്രംപിൻ്റെ അനുയായിയായിരുന്ന ക്രിക്കിനെ ഒരു പൊതുയോഗ സ്ഥലത്ത് വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ടായി. ഇങ്ങനെ തുടരെ അവിടെ രാഷ്ട്രീയ നേതാക്കൾക്ക് നേരെയോ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് നേരെയോ ഒക്കെ തന്നെ വെടിവെപ്പ് ഉണ്ടാകുന്നൊരു സാഹചര്യമാണ്. ഇപ്പോൾ 2 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അക്രമിയെ പിടികൂടിയിട്ടുണ്ട്. എന്താണ് വെടിവെപ്പിന് കാരണമായതെന്ന കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. അതേക്കുറിച്ചുള്ള ചോദ്യം ചെയ്യലിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ അക്രമിക്ക് ഈ സുരക്ഷാ സേനയുടെ വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാൾ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. അനുശ്രീ, വിനോദ്, ഈ തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അക്രമങ്ങൾ, വെടിവെപ്പുകൾ, ഇത് സുരക്ഷാ സേനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച കൂടിയാണെന്ന് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ടല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അമേരിക്കയെ സംബന്ധിച്ച് ലോക പോലീസ് എന്ന് അവർ അവകാശപ്പെടുകയും ആ തരത്തിലുള്ള ശക്തിയുണ്ടെന്ന് അവർ പറയുകയും ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പോലും അത്തരമൊരു അവകാശവാദവും അതീശത്വവും സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാകുന്നത്. പക്ഷേ അമേരിക്കയിൽ നടക്കുന്നതാകട്ടെ ഇങ്ങനെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഉള്ള സ്ഥലങ്ങളിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്ക് വൈറ്റ് ഹൗസിന് സമീപം വെടിവെപ്പുണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് അതൊരു വലിയ സുരക്ഷാ വീഴ്ചയാണ്. അവിടെ വലിയ തോതിൽ ആളുകൾ ഉണ്ടായിരുന്ന സമയമാണ്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ വൈറ്റ് ഹൗസിൽ ഉണ്ടായിരുന്ന സമയമാണ്. ഈ സമയത്താണ് വൈറ്റ് ഹൗസിന് സമീപത്തേക്ക് അക്രമി എത്തുന്നതും തുടരെ വെടിയുതിർക്കുന്നതും. ഏതാണ്ട് 30 റൗണ്ട് വെടിയുതിർത്തു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തുടർന്ന് സുരക്ഷാ സേന തിരികെ വെടിവെക്കുകയായിരുന്നു. ഇതിലാണ് അക്രമിക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. ഈ സമയം അക്രമിയുടെ വെടിവയ്പ്പിൽ മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അങ്ങനെ 2 പേർക്കാണ് ഈ സംഭവത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി തീരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെയും നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രംപിൻ്റെ വിരുന്ന് സൽക്കാരത്തിനിടെ അക്രമി ആ ഹോളിനുള്ളിൽ കടന്നു കയറുന്ന സാഹചര്യമുണ്ടായി. അത്രയും സുരക്ഷയുള്ള സ്ഥലമാണ്. അവിടേക്കാണ് തോക്കുമായി ഒരു അക്രമിക്ക് കടന്നു കയറാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഈ വാഹനവ്യൂഹം, മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ളവർ പോകുന്ന വഴിയിൽ തുടരെ അവരെ വാഹനത്തിന് നേരെ വെടിയുതിർക്കുന്ന ഒരു സംഭവം ഉണ്ടാകുക. ഇങ്ങനെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ അവരുടെ രാഷ്ട്രീയ നേതാക്കൾ കടന്നു പോകുന്ന വഴികളിൽ വെടിവെപ്പുണ്ടാകുന്നു, അവരെ ലക്ഷ്യം വയ്ക്കുന്നു എന്നത് സേനയുടെ വീഴ്ച തന്നെയാണ്, അവരുടെ സുരക്ഷാ സംവിധാനത്തിൻ്റെ പാളിച്ച തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ശരി.